ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LTCക്കും LGSനും വരുന്ന എക്സാമുകളിൽ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. മോഡൽ എക്സാം 2 ആണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, സാധുജന പരിപാലന യോഗം ആരംഭിച്ചതാര്? സാധുജന പരിപാലന യോഗം ആരംഭിച്ചത്. ഓപ്ഷൻസ്: കെ കേളപ്പൻ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, ബ്രഹ്മാനന്ദ ശിവയോഗി. ആൻസർ ഓപ്ഷൻ സി, അയ്യങ്കാളി. സാധുജന പരിപാലന യോഗം ആരംഭിച്ച വ്യക്തിയാണ് അയ്യങ്കാളി. അടുത്തത്, കേരള ചരിത്രത്തിൽ നൂറ്റാണ്ട് യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്ന ചോളചേര യുദ്ധം ആരംഭിച്ചതാര്? കേരള ചരിത്രത്തിൽ നൂറ്റാണ്ട് യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്ന ചോളചേര യുദ്ധം ആരംഭിച്ചത്. ഓപ്ഷൻസ്: ഭാസ്കര രവിവർമ്മ, രാജശേഖരവർമ്മ, രാമവർമ്മ, കുലശേഖര ആഴ്വാർ. ആൻസർ ഓപ്ഷൻ എ, ഭാസ്കര രവിവർമ്മ. കേരള ചരിത്രത്തിൽ നൂറ്റാണ്ട് യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്ന ചോളചേര യുദ്ധം ആരംഭിച്ചത് ഭാസ്കര രവിവർമ്മയാണ്. അടുത്തത്, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് തടയാൻ കമ്പോള നിയന്ത്രണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ആര്? നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് തടയാൻ കമ്പോള നിയന്ത്രണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ. ഓപ്ഷൻസ്: ഗിയാസുദ്ദീൻ ബാൽബൻ, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ജലാലുദ്ദീൻ ഫിറോസ്, അലാവുദ്ദീൻ ഖിൽജി. ആൻസർ ഓപ്ഷൻ ഡി, അലാവുദ്ദീൻ ഖിൽജി. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് തടയാൻ കമ്പോള നിയന്ത്രണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ഡൽഹി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. അടുത്തത്, 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാവ് ആര്? 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ്. ഓപ്ഷൻസ്: ചമ്പക്കുളം ചുണ്ടൻ, വിയ്യപുരം ചുണ്ടൻ, നടുമ്പാകൻ ചുണ്ടൻ, പായിപ്പാടൻ ചുണ്ടൻ. ആൻസർ ഓപ്ഷൻ ബി, വിയ്യപുരം ചുണ്ടൻ. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത് 2023 അതിൻ്റെ ജേതാവ് എന്നറിയപ്പെടുന്നത് വിയ്യപുരം ചുണ്ടനാണ്. അടുത്തത്, ഇപ്പോഴത്തെ കേരള ഗവർണർ ആര്? ഇപ്പോഴത്തെ, അതായത് നിലവിൽ 2023 കാലഘട്ടത്തിലെ കേരള ഗവർണർ ആര്? ഓപ്ഷൻസ്: BD മിശ്ര, PS ശ്രീധരൻ പിള്ള, RN രവി, ആരിഫ് മുഹമ്മദ് ഖാൻ. ആൻസർ ഓപ്ഷൻ ഡി, ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പോഴത്തെ കേരളത്തിലെ നിലവിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അടുത്തത്, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏത്? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. ഓപ്ഷൻസ്: 1936, 1926, 1946, 1956. ആൻസർ ഓപ്ഷൻ സി, 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. അടുത്തത്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഓപ്ഷൻസ്: ഭാരതപ്പുഴ, കബനി, പമ്പ, പെരിയാർ. ആൻസർ ഓപ്ഷൻ ഡി, പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ്. അടുത്തത്, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? ഓപ്ഷൻസ്: സി രാജഗോപാലാചാരി, മൗണ്ട് ബാറ്റൻ പ്രഭു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാധാകൃഷ്ണൻ. ആൻസർ ഓപ്ഷൻ ബി, മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. അടുത്തത്, തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചതാര്? തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. ഓപ്ഷൻസ്: സ്വാതി തിരുനാൾ, ആയില്യം തിരുനാൾ, റാണി ഗൗരി ലക്ഷ്മിബായി, ഉത്രാടം തിരുനാൾ. ആൻസർ ഓപ്ഷൻ എ, സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച വ്യക്തിയാണ് സ്വാതി തിരുനാൾ. അടുത്തത്, ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഓപ്ഷൻസ്: കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്. ആൻസർ ഓപ്ഷൻ ബി, ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അടുത്തത്, ഗീർ വനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗീർ വനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, മധ്യപ്രദേശ്. ആൻസർ ഓപ്ഷൻ എ, ഗുജറാത്ത്. ഗീർ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗുജറാത്താണ്. അടുത്തത്, ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻസ്: ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഗോവ. ആൻസർ ഓപ്ഷൻ എ, ജാർഖണ്ഡ്. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അടുത്തത്, ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ രൂപം കൊണ്ട പദ്ധതി ഏത്? ഗ്രാമതല ഗ്രാമത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ രൂപം നൽകിയ പദ്ധതി ഏത്? ഓപ്ഷൻസ്: ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി, ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ രൂപം കൊണ്ട പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. അടുത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ?
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഓപ്ഷൻസ് മുംബൈ, ചെന്നൈ, ഡൽഹി, തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ എ മുംബൈ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം വരുന്നത് മുംബൈയിലാണ്. അടുത്തത് സംസ്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാൻ ആര്? സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ ആര്? ഓപ്ഷൻസ് പ്രധാനമന്ത്രി, ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രി, രാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ സി മുഖ്യമന്ത്രി. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാനാണ് മുഖ്യമന്ത്രി. അടുത്തത് ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര്? ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസ് വിക്രം സാരാഭായ്, APJ അബ്ദുൽ കലാം, ഹോമി ജെ ഭാവ, CV രാമൻ. ആൻസർ ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് APJ അബ്ദുൽ കലാം. അടുത്തത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി ആര്? ഓപ്ഷൻസ് കാനിങ്, റിപ്പൺ പ്രഭു, ഡൽഹൌസി പ്രഭു, കോൺവാലിസ്. ആൻസർ ഓപ്ഷൻ ഡി കോൺവാലിസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയിയാണ് കോൺവാലിസ് പ്രഭു. അടുത്തത് 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ? 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ? ഓപ്ഷൻസ് ലാഹോർ, സൂറത്ത്, കൊൽക്കത്ത, ലക്നൗ. ആൻസർ ഓപ്ഷൻ എ ലാഹോർ. 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോറിലാണ്. അടുത്തത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ജനിച്ച വർഷം ഏത്? നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ജനിച്ച വർഷം. ഓപ്ഷൻസ് 1896, 1888, 1869, 1863. ആൻസർ ഓപ്ഷൻ സി 1869. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ജനിച്ച വർഷം 1869. അടുത്തത് ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ആര്? ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ആര്? ഓപ്ഷൻസ് ആയില്യം തിരുനാൾ, കാർത്തിക തിരുനാൾ രാമവർമ്മ, ശ്രീ ചിത്തിര തിരുനാൾ, ശക്തൻ തമ്പുരാൻ. ആൻസർ ഓപ്ഷൻ ബി കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജാവ് എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ്. അടുത്തത് ഇപ്പോഴത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവ് ആര്? ഇപ്പോഴത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവ്. ഓപ്ഷൻസ് ശ്രീമൂലം തിരുനാൾ, സ്വാതി തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ആയില്യം തിരുനാൾ. ആൻസർ ഓപ്ഷൻ ഡി ആയില്യം തിരുനാൾ. ഇപ്പോഴത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവാണ് ആയില്യം തിരുനാൾ. അടുത്തത് ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന്, ദൈവം ഒന്ന് എന്ന സന്ദേശം ആരുടേതാണ്? ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന്, ദൈവം ഒന്ന് എന്ന സന്ദേശം ആരുടേതാണ്? ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന്, ദൈവം ഒന്ന് എന്ന സന്ദേശം വൈകുണ്ഠസ്വാമികളുടേതാണ്. അടുത്തത് മ്യാൻമറിൻ്റെ പഴയ പേരെന്ത്? മ്യാൻമറിൻ്റെ പഴയ പേര്. ഓപ്ഷൻസ് സയാം, ബർമ്മ, മലയ, ഫോർമോസ്. ആൻസർ ഓപ്ഷൻ ബി ബർമ്മ. മ്യാൻമറിൻ്റെ പഴയ പേരാണ് ബർമ്മ. അടുത്തത് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല. ഓപ്ഷൻസ് ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, കോട്ടയം. ആൻസർ ഓപ്ഷൻ സി പാലക്കാട്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. അടുത്തത് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചതാര്? ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചതാര്? ഓപ്ഷൻസ് ബങ്കിം ചന്ദ്ര ചാറ്റർജി, ദീനബന്ധു മിത്ര, മുഹമ്മദ് ഇക്ബാൽ, രവീന്ദ്രനാഥ് ടാഗോർ. ആൻസർ ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ് ടാഗോർ. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ച വ്യക്തി രവീന്ദ്രനാഥ് ടാഗോർ. അടുത്തത് 1947 നടന്ന പാലിയം സത്യാഗ്രഹം എന്തിനെതിരെ ആയിരുന്നു? 1947 നടന്ന പാലിയം സത്യാഗ്രഹം എന്തിനെതിരെ ആയിരുന്നു? ഓപ്ഷൻസ് അടിമത്തം, അയിത്തം, ജന്മിത്തം, പുതിയ നികുതി വ്യവസ്ഥ. ആൻസർ ഓപ്ഷൻ ബി അയിത്തം. 1947 നടന്ന പാലിയം സത്യാഗ്രഹം നടന്നത് അയിത്തത്തിനെതിരെയായിരുന്നു. അടുത്തത് തൃപ്പടിദാനത്തിലൂടെ സാമ്രാജ്യം മുഴുവനും ശ്രീ പത്മനാഭനു സമർപ്പിച്ച ഭരണാധികാരി ആര്?
തൃപ്പടിദാനത്തിലൂടെ സാമ്രാജ്യം മുഴുവനും ശ്രീ പത്മനാഭന് സമർപ്പിച്ച ഭരണാധികാരി. ഓപ്ഷൻസ്: കാർത്തിക തിരുനാൾ രാമവർമ്മ, ശ്രീമൂലം തിരുനാൾ, രാമവർമ്മ വിശാഖം തിരുനാൾ, മാർത്താണ്ഡവർമ്മ. ആൻസർ ഓപ്ഷൻ ഡി, മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനത്തിലൂടെ സാമ്രാജ്യം മുഴുവനും ശ്രീ പത്മനാഭന് സമർപ്പിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം എന്ന്. ക്ഷേത്രപ്രവേശനം വിളംബരം നടന്ന വർഷം. ഓപ്ഷൻസ്: 1930, 1936, 1921, 1942. ആൻസർ ഓപ്ഷൻ ബി, 1936. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936. അടുത്തത് കേരളത്തിലെ പ്രഥമ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആര്? കേരളത്തിലെ പ്രഥമ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി. ഓപ്ഷൻസ്: പി കെ ചാത്തൻ മാസ്റ്റർ, ടി എ മജീദ്, ജോസഫ് മുണ്ടശ്ശേരി, ടി വി തോമസ്. ആൻസർ ഓപ്ഷൻ സി, ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ പ്രഥമ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ്? ഓപ്ഷൻസ്: ജർമ്മനി, ജപ്പാൻ, കാനഡ, ബ്രിട്ടൻ. ആൻസർ ഓപ്ഷൻ സി, കാനഡ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി കാനഡ രാജ്യത്തിൻ്റെ സഹായത്തോടുകൂടി നിർമ്മിച്ചതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 30 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ പാർട്ടുമായി വീണ്ടും കാണാം.